ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചൂട് ചായയുടെ കൂടെയൊക്കെ അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് ഇല്ലയെന്നാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വേണം റവയും എടുക്കാനായിട്ട്. 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. ഇനിതാ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 മുട്ടയുടെ മഞ്ഞ മാത്രം ഒന്ന് പൊടിച്ചെടുത്തതാണ്. വെള്ളം ആവശ്യമില്ല, മഞ്ഞ മാത്രം ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 മുട്ടയുടെ മഞ്ഞ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ മഞ്ഞ എല്ലായിടത്തും കിട്ടുന്നത് പോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത ശേഷം ഇനി ഇതൊരു 5-10 മിനിറ്റ് നേരത്തേക്ക് ഒന്നിവിടെ മാറ്റി വെക്കാം. ആ സമയത്ത് ഇതിൽ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും. ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇനി ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ബ്രെഡ് കൂടി എടുത്തൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിതാ ഇതുപോലെ ഒരു ഡോ പോലെ നമുക്ക് ആയി കിട്ടണം. കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ ഒരു ഡോ ആയിട്ട് നമുക്ക് കിട്ടണം. അതിനുശേഷം വേണം നമുക്കിതിൽ നിന്ന് കുറച്ചായി എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ പാകത്തിന് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ അടിയിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതുപോലൊരു ഫിംഗറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൽ പ്രത്യേകിച്ചിട്ട് ഫ്രൈ ആവാനൊന്നുമില്ല. അതുകൊണ്ട് ഫ്ലെയിം നല്ലതുപോലെ തന്നെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, കാണാനായിട്ട് നല്ല കളറുണ്ട്, കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇനിതാ ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഒട്ടും തന്നെ എണ്ണയൊന്നുമില്ല. കണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മളിതിലോട്ട് മുട്ടയുടെ മഞ്ഞയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. ഇനി നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലാന്നാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉൾഭാഗം ഉള്ളത്, എന്നാൽ പുറമേ നല്ല ക്രിസ്പിയാണ്. അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണേ, അപ്പോഴായിരിക്കും നല്ല രുചി ഉണ്ടാവുക. കണ്ടല്ലോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.